ഒരുപക്ഷെ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം സുരേഷ് ഗോപി ഡസൻ കണക്കിന് പോലീസ് വേഷങ്ങൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയെ പോലീസ് വേഷത്തിൽ കാണുമ്പോൾ നമുക്കൊരു ഉന്മേഷം തോന്നുന്ന തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അദ്ദേഹം പോലീസ് കഥാപാത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ നല്ല എഫക്ട് കിട്ടേണ്ട ഒരു സിനിമയായിരുന്നു 2009 പുറത്തിറങ്ങിയ IG. ആക്ച്വലി ഇറ്റ് വാസ് എ നൈസ് മൂവി എന്ന് വെച്ചാൽ ഒരു ഡീസന്റ് വാച്ച്. പക്ഷെ അന്ന് ഇതിൽ ഏറ്റവും മടുപ്പിക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെ വീണ്ടും വീണ്ടും കാക്കി അണിഞ്ഞെത്തുന്നു എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ പുള്ളിക്ക് പകരം ഇതിപ്പോ ഒരു IG ഓഫീസറുടെ വേഷമായതുകൊണ്ട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെ വേണം. അതിനാകെ പുള്ളിയുടെ മേലെ നിൽക്കുന്ന രണ്ടേ പേരെ ഇവിടുള്ളൂ. സോ അവരിൽ ഏതെങ്കിലും ഒരാളിലേക്ക് ഒരു പക്ഷേ ഈ വേഷം എത്തിച്ചേർന്നിരുന്നെങ്കിൽ ഈ പടത്തിന് ഇതിലും കൂടുതൽ റെക്കഗ്നീഷൻ കിട്ടുമായിരുന്നു. ഇനിയിപ്പോ സുരേഷ് ഗോപി തന്നെ ആയാലും ഒരു 3-4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം പുള്ളി പോലീസ് വേഷത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു രീതിയിലായിരുന്നു ഈ പടം ഇറങ്ങിയിരുന്നതെങ്കിലും ഇത് കുറച്ചുകൂടി വർക്കൗട്ട് ആയനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമ ഇറങ്ങിയതിന്റെ തൊട്ട് മുന്നിലത്തെ വർഷങ്ങളിൽ 2020 സൗണ്ട് ഓഫ് ബൂട്ട്, ആയുധം, ടൈം അങ്ങനെ നിരന്തരം ഇദ്ദേഹത്തെ നമ്മൾ പോലീസ് വേഷത്തിൽ കണ്ടിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2009 സമ്മർ വെക്കേഷൻ ടൈമിൽ സാഗർ ഏലിയാസ് ജാക്കിയും ടു ഹരിയർ നഗറും ഒക്കെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ ചിത്രവും പുറത്തിറങ്ങുന്നത്. ഇന്നീ സിനിമ കാണുമ്പോൾ സീഡ് മാറി ബീജമാവുന്നതും ബീജം മാറി മുജീബാവുന്നതും ഒക്കെ കുറച്ച് ഓവറായി തോന്നുമെങ്കിലും അന്ന് ഇറ്റ് വാസ് നൈസ് ഫോർ മീ. എനിവേസ്, അന്ന് ഈ പടത്തിലെ ക്ലൈമാക്സ് ട്വിസ്റ്റ് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമുണ്ട്. ഇതേ ബി ഉണ്ണികൃഷ്ണൻ സുരേഷ് ഗോപി ടീം ഒരുമിച്ച ടൈഗർ എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് ട്വിസ്റ്റിൽ നായകന്റെ റൈറ്റ് ഹാൻഡ് ആയ പോലീസുകാരനായിരുന്നു വില്ലൻ. ഈ ചിത്രത്തിൽ നായകന് അതിനേക്കാൾ വേണ്ടപ്പെട്ട ഒരാളെ പിടിച്ച് വില്ലനാക്കി. ഇനി ഇതേ കൂട്ടുകെട്ടിൽ ഒരു സിനിമ കൂടി ഇറങ്ങുകയാണെങ്കിൽ ഇനിയിപ്പോ നായകനെ തന്നെ പിടിച്ച് വില്ലനാക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന്. അല്ല, അത് ഈ ടീം ഓൾറെഡി ചെയ്തിട്ടുണ്ട് പഴയൊരു പടത്തിൽ. ആ സിനിമയുടെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക.